ഹലോ ഗൈസ്, എല്ലാവർക്കും വെബ് ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എഗെയിൻ കുറേ പേര് എന്നോട് ആവശ്യപ്പെട്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അതായത് നമ്മളൊരു ഡെവലപ്പറാണ് അല്ലേ, നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളത് ഫ്രണ്ട് എൻഡ് ഡെവലപ്പറോ ബാക്ക് എൻഡ് ഡെവലപ്പറോ അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഫ്രീലാൻസ് വർക്കറായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ പേരും ചോദിക്കുന്നത് എങ്ങനെ എനിക്കൊരു ഫ്രീലാൻസ് വർക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു നിലവിലൊരു ജോലി ഉണ്ടെങ്കിലും നമുക്കൊരു ഫ്രീലാൻസർ ആവാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നിലവിൽ നമുക്കൊരു കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ബിഗിനറാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ കരിയർ നമുക്ക് ഒരു ഫ്രീലാൻസറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു ഫ്രീലാൻസർ ആവേണ്ടത്, നമ്മുടെ അപ്രോച്ച് എന്തായിരിക്കണം, മറ്റൊരു കാര്യം എത്രയാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്, അതായത് ഓരോ ഫ്രീലാൻസ് വർക്കിന് നമ്മൾ എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഫ്രീലാൻസ് വർക്ക് കിട്ടാൻ സാധ്യതയുള്ളത്, ഒരു ലോങ് ടേം സക്സസ്, അതായത് ഒരു ഫ്രീലാൻസറായിട്ട് ഒരു ലോങ് ടേം സക്സസിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറേയധികം ചലഞ്ചസ് ഉണ്ട്. ആ ചലഞ്ചസ് എന്തൊക്കെയാണ്, പിന്നെ ഒരു കുറച്ച് എക്സ്ട്രാ ടിപ്പും, പിന്നെ എൻ്റെ ഒരു ഫ്രീലാൻസറായിട്ടുള്ള ഒരു കരിയർ ജേർണിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് കുറേ പേർക്ക് യൂസ്ഫുൾ ആവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാം കരിയറിൽ തുടക്കത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മളൊരു ടെക്നോളജി പഠിച്ചു, പക്ഷേ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യണമെന്ന് അറിയത്തില്ല, എവിടെയൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകളെന്ന് നമുക്കറിയത്തില്ല, അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനീസിലാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അല്ലേ. ഞാൻ ഫ്രീലാൻസർ പോയിന്റ് ഓഫ് വ്യൂ അല്ല പറയുന്നത്, നമ്മളൊരു കമ്പനിയിലേക്ക് ജോലി അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. സെയിം തന്നെയാണ് നിങ്ങളൊരു ഫ്രീലാൻസറായിട്ടാണ് നിങ്ങളൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ വിധ കാര്യങ്ങൾ അവിടെയും ആപ്ലിക്കബിൾ ആണല്ലേ. കാരണം നമുക്ക് എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ എവിടെയൊക്കെ പോയി അന്വേഷിക്കണം എന്നൊന്നും തന്നെ നമുക്ക് അറിയത്തില്ല. അപ്പം നിങ്ങൾ ഒരു ഫ്രീലാൻസറായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഒരു പോർട്ട്ഫോളിയോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് പ്രയർ എക്സ്പീരിയൻസ് ഒന്നുമില്ല, നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വലിയ ഫ്രീലാൻസ് വർക്ക് ഒരിക്കലും പോയി എടുക്കരുത്. സ്റ്റാർട്ട് വിത്ത് വെരി സ്മോൾ സ്കെയിൽ പ്രോജക്റ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ അറിയാം. വലിയ പ്രോജക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിലധികം എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കാതെ വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തിരിക്കണം, അതിനകത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പ്രോജക്ട്സ് ഉണ്ടായിരിക്കണം. ഇനി അതുപോലെ തന്നെ ആ ഒരു പോർട്ട്ഫോളിയോയിൽ നിങ്ങളുടെ ഗിറ്റബ് റെപ്പോ കൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. ഇനി ഫ്രീലാൻസ് വർക്ക് നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാരായിരിക്കും, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സിനോട് നിങ്ങളൊരു ഫ്രീലാൻസറാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ അത് പറഞ്ഞു വെക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അവരോട് തന്നെ പുഷ് ചെയ്യുക, അവരുടെ ഫ്രണ്ട്സിനോടും. കാരണം ഇതൊക്കെ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആണ്. കാരണം നമ്മളിതൊക്കെ തുടക്കത്തിൽ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നാളെ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു കാര്യമായിരിക്കത്തില്ല. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് നമ്മളിങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു ദിവസം 100 പേരോട് സംസാരിക്കുമ്പോഴായിരിക്കും അവർക്ക് 1-2 ലീഡ് കിട്ടുന്നത്. ആ ഒരു അപ്രോച്ച് തന്നെയാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കി എടുക്കുന്നതിനുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് മീറ്റപ്സ് നമ്മുടെ ഈ ഒരു ടെക് ഓറിയൻറ്റഡ് ആയിട്ട് നടക്കും. അപ്പോൾ അതുപോലുള്ള മീറ്റപ്സ് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക, അതിൽ പോയി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ മീറ്റപ്സിൽ കുറേ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവിടെ ഗ്യാദർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരുമായിട്ടൊക്കെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇതൊന്നും തുടക്കത്തിലൊന്നും നമുക്കിതൊന്നും യൂസ്ഫുൾ ആവത്തില്ല. ചിലപ്പോൾ 0% ആയിരിക്കും ഇതിൻ്റെയൊക്കെ തുടക്കത്തിലുള്ള ഒരു കൺവേർഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മളിങ്ങനെ പല മീറ്റപ്പിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, മിക്ക ആൾക്കാരും കോമൺ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അവരുമായിട്ട് നല്ലൊരു ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യകത നമ്മളവിടെ ചിലപ്പോൾ നമുക്ക് ആ ഒരു മീറ്റപ്പിൽ നമുക്ക് സംസാരിക്കാൻ ചിലപ്പോൾ ഒരു അവസരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ അവിടെ എന്ത് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക. എനിക്ക് എന്തൊക്കെ സ്കിൽസ് അറിയാം, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്
ഈ ഗിറ്റബിലുള്ള ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. നിങ്ങളിപ്പോൾ ഗൂഗിളിൽ പോയിട്ട് ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. ആ ഗിറ്റിലേക്ക് അല്ലെങ്കിൽ ആ റെപ്പോയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെയും നമുക്ക് നല്ലൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മറ്റൊരു പ്രൈമറി സോഴ്സാണ് നമ്മുടെ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ വളരെയധികം നന്നായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനകത്ത് കുറേ നല്ല കമ്പനീസുമായിട്ടും നല്ല കുറേ ഡെവലപ്പേഴ്സൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫ്രീലാൻസ് കമ്മ്യൂണിറ്റി പേജസ് ഒക്കെ ഉണ്ടാവും. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പം നമുക്കൊരു നല്ലൊരു വെബ്സൈറ്റ് ഉണ്ട് അല്ലേ, നമുക്കൊരു പോർട്ട്ഫോളിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ പ്രോജക്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, ഗിറ്റ് റെപ്പോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു പ്രോജക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ പോയിട്ട് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആവശ്യമാണ്. അപ്പം നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കമ്പനിയാണല്ലേ, നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ ഫ്രീലാൻസർ എന്ന് പറയുമ്പോൾ നമ്മളായിരിക്കും ഇനി എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ക്ലയൻറ്റിൻ്റെ മുമ്പിൽ നമ്മളെപ്പോഴും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലോട് കൂടി മാത്രമേ പോകാനായിട്ട് ശ്രമിക്കാവുള്ളൂ. ഇനി നമുക്കൊരു പ്രോജക്റ്റ് കിട്ടിയെന്നിരിക്കട്ടെ, അതൊരു സ്മോൾ സ്കെയിൽ ആവാം, ലാർജ് സ്കെയിൽ ആവാം. എത്രയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്ലയൻറ്റിനോട് നമുക്ക് എത്ര രൂപ വരെ ആവശ്യപ്പെടാം എന്നുള്ളതും പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്. പലരും പല രീതിയിലാണ് ഈ ഒരു ഫ്രീലാൻസ് ജോബിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നത്. ചിലർ വളരെ കുറച്ചായിരിക്കും, അതായത് അവർക്ക് കിട്ടുന്ന സാലറിയേക്കാളും വളരെ കുറഞ്ഞ റേറ്റിലായിരിക്കും അവർ ചാർജ് ചെയ്യുന്നത്. ചിലർ സാലറിയേക്കാളും കൂടുതലായിട്ടുള്ള റേറ്റിലായിരിക്കും അവർ ചാർജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ സാലറി കൺവേർട്ട് ചെയ്തിട്ട് എത്രയാണോ അവർക്ക് ഇപ്പം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് വെച്ചിട്ടായിരിക്കും അവർ പെർ അവറിന് അവർക്ക് എത്രയായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും അവരുടെ ചാർജ് പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെപ്പോഴും ഒരു ഫ്രീലാൻസ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഒരാൾ അല്ലെങ്കിൽ ഒരു ഫേം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒരു കമ്പനിയിൽ പോയിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്തെടുക്കാതെ ഒരു ഫ്രീലാൻസറെ കൊണ്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കമ്പനിയിൽ നമ്മളൊരു വെബ്സൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ചാർജ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൊട്ടേഷൻ തന്നെ വളരെ വലിയൊരു പൈസയായിരിക്കും. അപ്പോൾ അത്രയും വലിയൊരു ക്യാഷ് അവർക്ക് വെബ്സൈറ്റിന് വേണ്ടിയിട്ട് മുടക്കാനായിട്ട് പറ്റാത്ത കമ്പനീസ് ആയിരിക്കും ഇതുപോലെ ഫ്രീലാൻസേഴ്സിന് വർക്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും വളരെ ചീപ്പ് റേറ്റിൽ നമ്മൾ പലപ്പോഴും എൻ്റെ ഗ്രൂപ്പിൽ തന്നെ കണ്ടിട്ടുണ്ട് 3000 രൂപയ്ക്ക് 5 പേജ്, 3000 രൂപയ്ക്ക് 6 പേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ടെംപ്ലേറ്റ് ബേസ്ഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അത് വിട്ടുതരാം. അല്ല, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണോ അതിൻ്റെ 1.5 to 2 ടൈംസ് വരെ നിങ്ങൾ ചാർജ് ചെയ്യണം. അതായത് പെർ അവർ. ഇപ്പോൾ നിങ്ങൾക്ക് പെർ അവർ 1000 രൂപ അല്ലെങ്കിൽ പെർ അവർ നിങ്ങൾക്ക് 500 രൂപയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീലാൻസിന് നിങ്ങൾക്ക് ഒരു 800 മുതൽ ഒരു 1000 രൂപ വരെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയൊരു ധാരണയില്ല, ഈ റേറ്റിനെ പറ്റി വലിയൊരു ധാരണയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപ്വർക്കോ freelancer.com അല്ലെങ്കിൽ ഗ്ലാസ് ഡോറിലോ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറേ ഫ്രീലാൻസ് വർക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് റേറ്റ് നോക്കാവുന്നതാണ്. അതായത് അവിടെ അവർ പറയും പെർ അവർ എത്ര രൂപ വരെ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ പറയുന്നുണ്ടാവും. ആ ഒരു രീതിയിൽ നിങ്ങൾക്കൊരു ഐഡിയ നേടിയെടുക്കാവുന്നതാണ്. 2 രീതിയിലുള്ള റേറ്റാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് പെർ അവർ പറയാം, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഫുള്ളായിട്ട് എത്ര രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം എന്നുള്ളത് പറയാം. 2 കേസാണെങ്കിലും നിങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു കാൽക്കുലേഷനിൽ വേണം കോട്ട് കൊടുക്കാനായിട്ട്. കാരണം തീർച്ചയായിട്ടും എല്ലാവരും ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നമ്മളൊരു പ്രൈസ് പറയുന്നു, അവർ പറയുന്നത് നമുക്ക് ഇത്രയും തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓക്കെ ഈ ഒരു പ്രോജക്റ്റിന് എനിക്ക് ഇത്രയും കുറച്ച് തരാൻ പറ്റും എന്നുള്ളത് നമുക്ക് അവിടെ പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു ബാർഗെയിനിങ്ങൂടെ മുന്നിൽ കണ്ടിട്ട് വേണം നിങ്ങൾ എപ്പോഴും റേറ്റ് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്പർ കൊടുക്കുന്ന ഒരു കൊട്ടേഷൻ ഒരിക്കലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറ്റാവുന്ന ചെറിയ സ്മോൾ സ്കെയിൽ പ്രോജക്റ്റ് മാത്രം ചെയ്യുക. നിങ്ങൾ പഠിക്കുക കൂടി ചെയ്യുന്നതായതുകൊണ്ട് ആ പ്രോജക്റ്റിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കൂടി പറ്റുന്നത് കൊണ്ട് ചെറിയ ഒരു പ്രോജക്റ്റ് ആണെങ്കിലും ചെറിയ ഒരു പ്രൈസ് ആണെങ്കിലും നിങ്ങൾ അത് എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ആദ്യത്തെ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ജോബിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ കുറച്ചധികം സ്ട്രഗിളിങ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. എവിടെ നിന്നൊക്കെ നമുക്ക് ഫ്രീലാൻസ് വർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലേ? അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെബ്സൈറ്റ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്വർക്ക് ഉണ്ട്, ഫ്രീലാൻസർ ഉണ്ട്,
ടോപ്പ് ടാൽ, അതായത് ടോപ്പ് ടാലൻ്റ് എന്ന് പറഞ്ഞിട്ട്, ടോപ്പ് ടാൽ എന്ന് തന്നെയാണ് ആ സൈറ്റിൻ്റെ പേര്. പിന്നെ ഫീവർ ഉണ്ട്, FIVRR എന്നാണ് അതിൻ്റെ പേര്. പിന്നെ റിമോട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ വി വർക്ക് റിമോട്ട്ലി എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. സോ ഈ വെബ്സൈറ്റിലൊക്കെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പയ്യെ പയ്യെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രോജക്റ്റായിട്ടോ അല്ലെങ്കിൽ വലിയ പ്രോജക്റ്റായിട്ടോ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് അവിടെയൊക്കെ നമ്മൾ നല്ലൊരു പോർട്ട്ഫോളിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് എടുക്കുന്ന വർക്കായിരിക്കത്തില്ല, പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ എടുക്കുന്ന വർക്കായിരിക്കും. സോ അവർ ക്വാളിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആൾക്കാരാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോയും പ്രൊജക്ട്സും ഒക്കെ നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആയിരിക്കണം ആ ഒരു സ്കെയിലുള്ള പ്രോജക്റ്റ് എടുക്കാനായിട്ട്. ഇനി മറ്റൊന്ന് ഞാൻ പറഞ്ഞല്ലോ, ലിങ്ക്ഡിൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള ഫ്രീലാൻസേഴ്സ് പേജിലോ അല്ലെങ്കിൽ നമുക്കൊരു നെറ്റ്വർക്കിംഗ് കിട്ടുമ്പം അവിടെ നിന്നൊക്കെ തന്നെ നമുക്ക് ഫ്രീലാൻസ് വർക്ക്, അങ്ങനെയൊക്കെ ഫ്രീലാൻസ് വർക്ക് എടുക്കുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ലിങ്ക്ഡിൻ്റെ കാര്യം വീണ്ടും പറയുന്നത്. പിന്നെ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഗിറ്റബിലുള്ള ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പം നിങ്ങളെ അന്വേഷിച്ച്, അതായത് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് പബ്ലിക്കായിട്ട് കുറേ ആൾക്കാർക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പം നിങ്ങളുടെ പ്രൊഫൈൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് വർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി ഫ്രീലാൻസറായിട്ട് നിൽക്കുമ്പം അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ജേണി അല്ല ശരിക്കും പറഞ്ഞാൽ. അതൊരു ലോങ് ടേം സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ടൈം മാനേജ്മെൻ്റ് ആണ്. അത് നമുക്കാണെങ്കിലും ക്ലയൻറ്റിനാണെങ്കിലും, പ്രത്യേകിച്ച് ക്ലയൻറ്റിന് നമ്മളൊരു കാര്യം ഒരു സമയത്ത് ഡെലിവറി ചെയ്യാം, ഇന്ന ഡേറ്റിൽ നമ്മൾ ഡെലിവറി ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൃത്യമായിട്ടുള്ള ടൈം ലൈനിൽ തന്നെ നമ്മൾ പ്രോജക്റ്റ് ഡെലിവറി ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരു ക്ലയൻറ്റിൽ നിന്നാണ്, അവർക്ക് നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ക്ലയൻറ്റിൽ നിന്നാണ് നമുക്ക് ഒരുപക്ഷെ മറ്റു ഒരുപാട് ലീഡ് ചിലപ്പോൾ കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു വർക്ക് മുതൽ തന്നെ നമ്മൾ ആ ഒരു ടൈം മാനേജ്മെൻറ്റും ആ ഒരു ക്വാളിറ്റിയും വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു 1-2 പ്രോജക്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്ലോലി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കമ്പനീസ്, ഇപ്പം നമ്മൾ ആരെങ്കിലും അപ്പോൾ ഒരു ബിസിനസ്സിന് ഒരു വെബ്സൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അവരെന്ത് ചെയ്യും, അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പം ആ ടോപ്പിൽ വരുന്ന കമ്പനീസ് അവർ പ്രിഫർ ചെയ്യുകയും അവരുടെ ഗൂഗിൾ റിവ്യൂസ് നോക്കുകയും അവരുടെ ലിങ്ക്ഡിൻ ആക്ടിവിറ്റീസ് നോക്കുകയും അവരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസൊക്കെ നോക്കിയിട്ടായിരിക്കും ആ ഒരു പ്രോജക്റ്റ് ആ ഒരു കമ്പനിയിലേക്ക് എത്തുന്നത്. അപ്പം നമ്മൾ ഒരു ഫ്രീലാൻസറായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡായിട്ട് നിൽക്കുക എന്നുള്ളത്, നമ്മളെ റെപ്രസെൻറ്റ് ചെയ്തൊരു കമ്പനിയായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പം സ്ലോലി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവായിട്ട് നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസും നിങ്ങൾ ഒരു പ്രോജക്റ്റ് ചെയ്തപ്പോൾ വന്ന ചാലഞ്ചസും അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുക, ചെറിയ ചെറിയ ബ്ലോഗ്സ് ഒക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു ടൂളിനെ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ പറയുകയാണ്, ആ ക്ലയൻസിനെ നമുക്ക് നിലനിർത്തുക. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു ക്ലയൻറ്റ് ഒരു ലോങ് ടേം പ്രോജക്റ്റിലേക്കൊക്കെ വരെ എത്താനായിട്ട് സാധിക്കും. അവർക്ക് ഇപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്ത് കൊടുത്താലും അവർ ചിലപ്പോൾ നമ്മളോട് ആവശ്യപ്പെടും, ഒരു മന്ത്ലി നമ്മളൊരു പേയ്മെൻറ്റ് തരാം, നിങ്ങളിത് ഇനിയുള്ള റിക്വയർമെൻറ്റ് കൂടി എടുത്തിട്ട് ഒന്ന് ചെയ്ത് തരാമോ എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അതിനൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, പണ്ട് നമ്മൾ ചെയ്തിരുന്നത് പോലല്ല ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ Node.js യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ Next.js ഉണ്ട്, React ഉണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള സ്കില്ല് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ സ്കില്ലുള്ള ആൾക്കാർ ആ പ്രോജക്റ്റ് ചെയ്തു കൊടുക്കാനായിട്ട് അവിടെ നിലവിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ലോങ് ടേം ഫ്രീലാൻസറായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യേണ്ടതാണ്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഫീൽഡിലെ ചലഞ്ചസ് ആണ്. ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. കാരണം നമുക്ക് എപ്പോഴും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടണം എന്നില്ല. മറ്റൊരു നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം, മറ്റു ഫീൽഡിനെ അപേക്ഷിച്ച് IT അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിൽ നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ക്ലയൻറ്റ് എക്സ്പെക്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ബിഹൈൻഡ് ദ സീനിൽ കോഡ് എന്താണ്, അല്ലെങ്കിൽ കോഡ് കൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ചെറിയൊരു കാർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർ വിചാരിക്കും അതൊരു 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്നുള്ള കാര്യമല്ലേ ഉള്ളൂ എന്നവർ വിചാരിക്കും. പക്ഷേ ബിഹൈൻഡ് ദ സീനിൽ എത്രത്തോളം എഫേർട്ട് ഇട്ടാൽ മാത്രമാണ് ആ ഒരു കാർഡ് ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ ഫങ്ഷണാലിറ്റി ആഡ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടതെന്നുള്ളത് അവർക്കറിയില്ലല്ലേ. കാരണം അവർക്ക് ആ ഒരു ടെക്നിക്കൽ നോളജ് ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പം ക്ലയൻറ്റ് എക്സ്പെക്റ്റേഷൻ എപ്പോഴും ഹൈ ആയിരിക്കും. അവർക്ക് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല. സോ അതൊക്കെ ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ചസ് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാരണം നമ്മളൊരു ഒറ്റയ്ക്ക് നിന്ന് ഫ്രീലാൻസ് ചെയ്യുന്ന ഒരാളായിരിക്കും അല്ലേ.
ഒരു കമ്പനിയിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു എറർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൊളീഗ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിന്നൊരു ഫ്രീലാൻസ് വർക്ക് എടുത്ത് ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ എറർ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ ക്ലയൻറ്റ് നമുക്ക് നല്ല പ്രഷർ തരാനൊക്കെയുള്ള സമയത്തൊക്കെ നമ്മൾ ടൈം ലൈനും പറഞ്ഞു പോയി നമുക്കിതുപോലെയുള്ള എറേഴ്സൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതൊറ്റയ്ക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. സോ അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരു എക്സ്ട്രാ ടിപ്പ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു ഫ്രീലാൻസറാണ്, നമുക്ക് കുറേ വർക്ക് കിട്ടി, ഒരു വലിയൊരു വർക്ക് നമുക്ക് വന്നു എന്നിരിക്കട്ടെ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലീഗൽ കൺസൾട്ടൻറ്റ് വഴി വേണം നിങ്ങൾ കോൺട്രാക്റ്റ് തയ്യാറാക്കാനായിട്ട്. ഓക്കെ, ഒരു വലിയൊരു മണി ഇവോൾവ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺട്രാക്റ്റ് വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കാരണം വലിയൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ക്ലയൻറ്റ് അത്രയും വലിയ ആൾക്കാരായിരിക്കും. സോ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന കോൺട്രാക്റ്റിൽ എല്ലാ കാര്യങ്ങളും വ്യക്തതയോടുകൂടി എഴുതിയിരിക്കണം. എന്ന് ഡെലിവറിയും കണ്ടൻറ് ആരാണ് തരാൻ പോകുന്നത്, എന്താണ് പ്രൊജക്റ്റിൻ്റെ സ്കോപ്പ്, എത്രയാണ് കോട്ട്, ഇനി ഫ്യൂച്ചറിൽ ഇതിൻ്റെ ഇടയ്ക്ക് എത്ര വേരിയേഷൻസ്, ഇപ്പോൾ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 വേരിയേഷൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. 3-ൽ കൂടുതൽ വേരിയേഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ കോസ്റ്റ് വേണ്ടി വരും. ഇനി പറഞ്ഞ സ്കോപ്പ് എന്തൊക്കെയാണ് അതെല്ലാം മെൻഷൻ ചെയ്യുക. അതിനപ്പുറത്തേക്ക് സ്കോപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ചിലവുകൾ വരും എന്നുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു കോൺട്രാക്റ്റ് ആയിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. എൻ്റെ ഒരു കരിയർ എക്സ്പീരിയൻസ്, അതായത് ഒരു ഫ്രീലാൻസർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾക്കും ഫ്രീലാൻസർ ആവാം. അതല്ല, വർക്ക് ഒരു കമ്പനിക്ക് വേണ്ടിയും വർക്ക് ചെയ്യാതെ സ്വന്തമായിട്ട് ഫ്രീലാൻസ് വർക്ക് എടുത്ത് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ അതിനിടയ്ക്ക് ഞാൻ ഫ്രീലാൻസ് വർക്ക് ഇടയ്ക്ക് എടുക്കാറുണ്ട്. എൻ്റെ ഒരു ഫ്രീലാൻസ് ജേണിയിൽ ഞാൻ ഇടയ്ക്ക് കുറേ കാലം ഫ്രീലാൻസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ദുബായിൽ വന്നപ്പം ഇതുപോലെ തന്നെ ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടും അല്ലാതെ എൻ്റെ നെറ്റ്വർക്ക് വഴിയൊക്കെ എനിക്ക് കുറേ വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപ എനിക്ക് കിട്ടാതെ വന്നപ്പം, അതായത് നമ്മൾ വർക്ക് കഴിഞ്ഞു, അവർ പൈസ തന്നാൽ മാത്രമേ നമുക്ക് ലൈവ് ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിൽ അവർ പിന്മാറിയ സമയത്തൊക്കെ ഞാൻ കുറേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, അതായത് പേയ്മെൻറ്റ് ഇഷ്യൂ വന്നപ്പം ഞാൻ കുറേ ഫ്രീലാൻസ് വർക്ക് കുറേ കാലത്തേക്ക് ഞാൻ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും ഒരു കൺസേൺ ആണ്. നമ്മൾ ഇത്രയും എഫേർട്ടൊക്കെ ഇട്ട് നമ്മൾ കാരണം അന്നൊക്കെയെന്ന് വെച്ചാൽ എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നേരം ഒരു 25% നമ്മൾ ആദ്യം വാങ്ങിക്കുക, ഡിസൈൻ സബ്മിറ്റ് ചെയ്യുക. പിന്നെ ഒരു 25% ആദ്യം വാങ്ങിക്കുക, ഡെവലപ്മെൻറ്റ് നമ്മൾ പകുതി ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഹോം പേജ് ചെയ്തിട്ട് അവരെ കാണിക്കുക. ബാക്കി ഒരു 25% വാങ്ങിച്ചിട്ട് ബാക്കി കുറച്ച് വർക്ക് കൂടി ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ്, അതായത് നമ്മൾ ലൈവ് പോകുന്നതിന് മുമ്പ് ഒരു 20 അല്ലെങ്കിൽ ഒരു 10% മാത്രമേ പേയ്മെൻറ്റ് ബാക്കി നമുക്ക് അവർ തരേണ്ടതായിട്ട് വരാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ അവരും ഇത്രയും സ്പെൻഡ് ചെയ്തു, അതുകൊണ്ട് ഈ പ്രോജക്റ്റ് ലൈവ് ആക്കിയേ പറ്റുള്ളൂ എന്നുള്ളൊരു നിലപാട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡിലേക്ക് അവരും എത്തുള്ളൂ. സോ ഞാൻ ആദ്യം ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമേ ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് അവരോട് സംസാരിച്ച് റിക്വയർമെൻ്റ് ഒക്കെ എടുത്ത് നമ്മളങ്ങ് മൊത്തം ചെയ്യുമായിരുന്നു. ഞാൻ കുറേ ഫ്രീലാൻസേഴ്സിനായിട്ടൊക്കെ സംസാരിച്ചപ്പോഴാണ് ഈ ഒരു അപ്രോച്ചാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഞാൻ എത്രയാണ് ചാർജ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം ഒരു $30-35 പെർ അവർ ഞാൻ ചാർജ് ചെയ്യുന്നത്. ഈ ഒരു പെർ അവർ ഇത്രയും നമുക്കൊരിക്കലും നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇത്രയും ഡോളർ ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നാട്ടിൽ നിന്ന് വർക്ക് എടുത്തിട്ടില്ല. ഒരു പക്ഷേ പുറത്തുനിന്നുള്ള ക്ലയൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും പെർ അവർ ഇത്രയും ചാർജ് ചെയ്ത് നാട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ദുബായ് മാർക്കറ്റിൽ നമുക്കൊരു $30-35 നമുക്ക് വർക്ക് കിട്ടും. എഗെയിൻ അത് കുറച്ച് കൂടിയ റേറ്റ് ആയതുകൊണ്ട് ഞാൻ അത്രയും നല്ല ക്ലയൻറ്റിൻ്റെ പ്രോജക്റ്റ് മാത്രമേ ഞാൻ പൊതുവേ ചെയ്യാറുള്ളൂ. ഇൻ കേസ് നമുക്ക് ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ നമുക്ക് 1-2 പേജൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാനൊരു 20-25-30 ആ ഒരു റേഞ്ചിൽ ഞാൻ പ്രൊജക്റ്റ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ഫ്രീലാൻസറായിട്ടിരിക്കുമ്പം നിങ്ങൾ ചാർജ് ചെയ്യണം, അതായത് നിങ്ങൾ കൂടുതൽ ചാർജ് ചെയ്യണം എന്ന് പറയുന്നത്, നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുന്നു, നമുക്ക് ആനുവൽ ലീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ദിവസം നമുക്ക് സിക്ക് ലീവ് ഉണ്ട്. പിന്നെ അതല്ലെങ്കിൽ ബാക്കി പെയ്ഡ് ഹോളിഡേയ്സ് ഉണ്ട്. അതുമല്ലെങ്കിൽ നമുക്കിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഓണം, ക്രിസ്മസ് അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് അവധിയെടുത്താലും നമ്മുടെ സാലറി ഒന്നും നമുക്ക് നഷ്ടമാവുന്നില്ല, അല്ലേ? അപ്പോൾ നമ്മളൊരു ഫ്രീലാൻസറായിട്ട് ചെയ്യുമ്പോൾ എഗെയിൻ നമ്മളൊരു വെക്കേഷന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഇയർലി നമുക്ക് ഉള്ള ആ ഒരു ഹോളിഡേ ടൈമിൽ നമുക്ക് പോവാം. അപ്പോഴൊന്നും നമുക്ക് നമ്മുടെ സാലറി കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നു. പക്ഷേ നമ്മൾ ഫ്രീലാൻസറായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതിൻ്റെ കൂട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇതെല്ലാം നമ്മൾ സ്വയം
കണ്ടെത്തണം അല്ലേ. ഇപ്പം നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. നമുക്കിപ്പോൾ ഒരു 20 ദിവസം നമുക്ക് വെക്കേഷന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 20 ദിവസം നമുക്ക് എന്തില്ല, നമുക്ക് വരുമാനമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ടാക്സ് ആണ് അല്ലേ. നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് നമ്മൾ തന്നെ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയും ഇങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കൂടുതൽ ചാർജ് ചെയ്യണം. ഇതിനെല്ലാം പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ എന്തുകൊണ്ട് കൂടുതൽ ചാർജ് ചെയ്യണം എന്നുള്ള ഒരു ഫൈനൽ തോട്ട് അല്ലെങ്കിൽ ഫൈനൽ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം ഒരു പ്രോജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, അതായത് ഫ്രണ്ട് എൻഡ് മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരു ഫ്രീലാൻസ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. നമ്മളതിൻ്റെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യണം, പിന്നെ ക്ലയൻറ്റ് മീറ്റിങ്സ് നമ്മൾ തന്നെ നടത്തണം, അതിൻ്റെ QA നമ്മൾ തന്നെ ചെയ്യണം അല്ലേ. ചിലപ്പം കണ്ടൻറ് മാനേജ്മെൻറ്റ് നമ്മൾ തന്നെ ഇമേജസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അപ്ഡേറ്റ് ചെയ്ത് അല്ലേ ചെയ്യണം. ചിലപ്പം ഒരുപക്ഷെ നമ്മൾ ഡിസൈൻസ് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. ഇനി ഹോസ്റ്റിംഗ് നമ്മളായിരിക്കും ചെയ്യുന്നത്. ഇനി ലൈവ് പോയി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഇഷ്യൂ വരുവാണെങ്കിൽ ഇതെല്ലാം ഒരാൾ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഒരു കമ്പനി എന്തുകൊണ്ടാണ് അത്രയും പൈസ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നത്? ഇത്രയും ടീമിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവർ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കൊട്ടേഷൻ കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മളിപ്പം സ്വന്തമായിട്ട് ചെയ്യണം. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ പറഞ്ഞു 2 രീതിയിലുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. സ്വന്തം സാലറി ഡിവൈഡഡ് ബൈ 30 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞിട്ട് ആ കിട്ടുന്ന എമൗണ്ട് ഫ്രീലാൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇനി അതിന് പുറമെ രണ്ടാമതൊരു ആളുണ്ടെന്ന് പറഞ്ഞു, നമ്മുടെ സാലറി ഡിവൈഡഡ് ബൈ 30 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ് നമ്മൾ പെർ ഒരു ദിവസത്തിൽ വർക്ക് ചെയ്യുന്നത്, ഇൻറ്റു 1.5 to 2 ടൈംസ് നിങ്ങൾ ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് കൂടുതൽ ചാർജ് ചെയ്യണം എന്നുള്ളത്. ഇനി നിങ്ങൾ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പോയിന്റ് കൂടെ ഞാനിപ്പോഴത് ഓർത്തത്, നമ്മൾ ഓഫീസിൽ 8 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് വീണ്ടും നമ്മൾ എക്സ്ട്രാ ടൈമിൽ വർക്ക് ചെയ്യാൻ പോവാണ് അല്ലേ. അതൊരു വലിയൊരു പെയിനാണ്. കാരണം നമ്മൾ ഓൾറെഡി ഓഫീസിൽ സ്ട്രഗിൾസ് കഴിഞ്ഞു, നമ്മൾ വീട്ടിൽ വരുന്ന വീണ്ടും വർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആ വീണ്ടും വർക്ക് ചെയ്യാൻ പോകുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ആരെങ്കിലും ഫ്രീലാൻസറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേര് ഈ ഒരു ഫ്രീലാൻസ് ജോബ് തിരക്കി നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.